നമ്മൾ എന്താണോ അല്ലാത്തത് അത് നമ്മളാണെന്ന് ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പുരോഗമിക്കാൻ കഴിയാത്തത്. നമ്മൾ എന്താണോ അത് സ്വീകരിക്കുക, അത് അംഗീകരിക്കുക, എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഉയരും. നമ്മൾ എവിടെയോ എത്തി എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഉയരാൻ കഴിയുക? അന്നേരം ഇപ്പോൾ അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുന്നതോ ആത്മാവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതുമാണ്. സ്വരൂപസിദ്ധി എന്ന് പറയുന്നത് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ ആരാണ്, നമ്മൾ അവിടെ ഭഗവാന്റെ ഗോപികയാണോ ഗോപനാണോ എന്ന ആ സ്വരൂപത്തെ തിരിച്ചറിയുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതും തിരിച്ചറിയുക മാത്രമല്ല, ആ സ്വരൂപത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യണം. അത് മരിച്ചതിന് ശേഷമല്ല, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ. അതാണ് ആചാര്യന്മാരൊക്കെ. അവർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ശരീരത്തിലിരിക്കും, പക്ഷെ ആത്മീയ തലത്തിൽ അവർ എപ്പോഴും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആത്മാവിന് സ്ഥലത്തിൻ്റെയോ പരിമിതികളൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഗോലോകത്ത് പോകാൻ പറ്റൂ എന്നല്ല. ആത്മാവിന് എപ്പോഴും ഗോലോകത്തിരിക്കാം, ഇവിടെ ഈ ശരീരം ഇരിക്കുമ്പോൾ പോലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പോയതിനു ശേഷമല്ല. ഇതിൻ്റെ ഉള്ളിൽ എന്ത്, ഇതിൻ്റെ പുറത്തെന്ത്? ആത്മാവിനെ ഒരു കൂട്ടിനകത്ത് കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളെ ഈ ശരീരമല്ല ബന്ധിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാക്കും. ഇതൊരു ജയിലാണ്, തുറന്ന ജയിലാണ്. നമുക്ക് എപ്പം വേണമെങ്കിലും ഇതിൽ നിന്ന് പോകാം. പക്ഷെ നമ്മൾ തന്നെയാണ് പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്. പോകാനുള്ള ആഗ്രഹം സ്ട്രോങ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വിട്ടിരിക്കുക. നമുക്ക് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇതുവരെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതെല്ലാം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോഴും ഇവിടെ ഇരിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. എപ്പോഴും ആ കൃഷ്ണ അവബോധത്തിൽ, ഉയർന്ന അവബോധത്തിൽ ഇരിക്കാൻ നമ്മൾ നമ്മളെ പരിശീലിപ്പിക്കണം. അതിനാണ് നമ്മൾക്ക് ആചാര്യന്മാരുടെ സഹായം വേണ്ടത്. അതിനാണ് ശാസ്ത്രം പഠിക്കേണ്ടത്. ശാസ്ത്രത്തെ പഠിച്ച് നമ്മുടെ ബോധത്തെ ഉയർത്തുക, ബോധമണ്ഡലങ്ങളെ ഉയർത്തുക, ആസ്വാദന തലങ്ങളിലേക്ക് പോകാതെ ഉയർന്ന് ചിന്തിക്കുക.